92 ഒരു പ്രാവശ്യം ഡിവൈൻ ധ്യാന മന്ദിരിൽ പോയായിരുന്നു, ധ്യാനം കൂടാൻ 92. അപ്പം അത് വന്നിട്ട് വലിയ അതിൽ നല്ല നിൽക്കാൻ പറ്റിയില്ല, ഉറച്ച് നിൽക്കാൻ പറ്റില്ല, ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് ഞാൻ 2006 എനിക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നത്. 2006 മലയാള സെക്ഷനിലാണ്. അന്ന് കിട്ടിയ ഒരു നല്ല ഒരു ധ്യാനമായിരുന്നു 2006. അന്ന് എനിക്ക് കൗൺസിലിംഗ് നല്ല കിട്ടി. PV ആൻ്റണി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്നോടൊന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു, ജോസഫെ ബസ്സിൽ പോകരുത്, ദൈവത്തിൻ്റെ എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റുകയില്ല, ഒന്നും ഇത്രയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. പുള്ളിനോട് പിന്നെ ചോദിച്ചു, എനിക്ക് ഡ്രൈവിംഗ് അല്ലാത്ത വേറൊന്നും അറിയില്ല, അപ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷ എടുത്താൽ കൊള്ളാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പ്രാർത്ഥിച്ച് പറഞ്ഞു, ദൈവം ഇടപെടുമെന്ന് പറഞ്ഞു, ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും പറഞ്ഞില്ല. നാട്ടിലേക്ക് തിരിച്ച് വന്നു. അപ്പോൾ വീട്ടിൽ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സിലൊക്കെ പോയാൽ സീസണിലൊക്കെ വീട്ടിലെ വരെ ഭയങ്കര കുറവാണ്. അപ്പോൾ നാട്ടിലൊരു ഓട്ടോറിക്ഷ എടുക്കുന്നു പറയുമ്പോൾ അവർക്കൊക്കെ നല്ലൊരു ഇഷ്ടമായത്. എപ്പോഴും വീട്ടിലേക്ക് വരും അറ്റ്ലീസ്റ്റ്. അങ്ങനെയാണ് ഞാൻ മംഗലാപുരത്ത് ടൗണിൽ ഒരു ഓട്ടോറിക്ഷ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ഹലോലിയ എന്ന് കൊടുത്തു. അപ്പോൾ ആ സമയത്തിൽ മംഗലാപുരത്ത് ഒരു ചെറിയ അഡോറേഷൻ മോണസ്ട്രിയിൽ ഒരു ഫോളോ അപ്പിന് ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരുന്നു, എല്ലാ വ്യാഴാഴ്ച ഡിവൈൻ പോയ ഇതിനൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അത് കൊങ്ങണിയിലായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ വ്യാഴാഴ്ച നല്ലൊരു ബാക്കപ്പ് കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ ഓട്ടോയിലിരുന്ന് എൻ്റെ അത്രയ്ക്ക് ഞാൻ ബൈബിൾ വായിക്കുക. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഒരു ബൈബിൾ വായിക്കുമ്പോൾ കിട്ടിയ ഒരു വചനമാണ് അത്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 26-ാം വചനമാണ്. എങ്ങനെ നിൻ്റെ ശരീരത്തിന് ശ്വാസം ഇല്ലെങ്കിൽ ജീവനില്ലയോ, അതേപോലെ നിൻ്റെ വിശ്വാസത്തിന് സൽപ്രവൃത്തികളില്ലെങ്കിൽ ജീവനില്ല, അത് മരിച്ച പോലെയെന്ന്. ഇത് എൻ്റെ ഉള്ളിലൊരു യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു, സ്തുതിക്കുമായിരുന്നു, ആരാധനയായിരുന്നു, കുർബാനയ്ക്ക് പോകും. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒറ്റ ഒരു സൽപ്രവൃത്തികളില്ലായിരുന്നു. ഞാൻ എല്ലാവർക്കും പറയും, പക്ഷെ ഞാനൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്ന്, ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉയർന്നു, ഈശോയെ എന്നെ ഒരു നല്ല ഇൻസ്ട്രുമെൻ്റാക്കി മാറ്റണേ. ഈ ലോകത്ത് എത്രയോ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, പക്ഷെ എന്നെ ഒരു ഇൻസ്ട്രുമെൻ്റാക്കി മാറ്റണേ, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാക്കി മാറ്റണേ എന്ന് ഞാനങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ മിഷൻ്റെ തുടക്കം എങ്ങനെയാണ്? അപ്പം ഞാൻ ഒരു ദിവസം ഓട്ടോ ഓടിച്ചുകൊണ്ട് മംഗലാപുരം സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ മത്സ്യ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഓട്ടോ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു മാനസികമായി തളർന്ന സ്ത്രീ വിശന്നിട്ട് മത്സ്യത്തിൻ്റെ ചീഞ്ഞ വെള്ളം കുടിച്ചുകൊണ്ടായിരുന്നു. അത് കണ്ടപാട് എൻ്റെ ഉള്ളിലൊരു വചനം കേട്ട പോലെ ഒരു അനുഭവം. ഞാൻ വിശന്നിരുന്നു, നീ എനിക്ക് ഭക്ഷണം കൊടുത്തു. ഞാനൊന്നും നോക്കിയില്ല, പെട്ടെന്ന് വണ്ടി നിർത്തി അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഒരു പൊതി ഭക്ഷണമായി ആ സഹോദരി കൊടുത്തു. അപ്പോൾ അത് അവർ നല്ല പുഞ്ചിരിയോടെ അത് ഇങ്ങനെ ഓപ്പണാക്കി കഴിക്കുമ്പോഴാണ് അന്ന് അവരുടെ ഉള്ളിലാണ് ദൈവത്തിനെ കാണുന്നത്, ഈശോനെ കാണുന്നത്. ആ ഒരു സന്തോഷത്ത് കഴിക്കുന്ന ഒരു നല്ല ഭക്ഷണം കിട്ടിയെന്ന് പറയുന്ന ഒരു സന്തോഷം. അപ്പോഴാണ് ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഈ മംഗലാപുരം ടൗൺ മൊത്തം പോകുന്നുണ്ട്, എത്രയും പേര് ഡസ്റ്റ്ബിന്നിൽ കഴിക്കുന്ന കാണാം. അപ്പം അവരൊക്കെ എൻ്റെ സഹോദരന്മാരാണ്. പിച്ചക്കാർക്കാണെങ്കിൽ പിച്ച കിട്ടും, അവർ നല്ല ഭക്ഷണം കഴിക്കും, അവരൊക്കെ സുബോധമുള്ളവരാണ്. പക്ഷെ മാനസിക രോഗികൾ, ഇവർക്കൊരു ബോധമില്ല അവരെന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പം അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു, ഇവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം. ഇപ്പോൾ മദർ തെരേസ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിവസത്തിന് 100 പേരുടെ വിശപ്പ് നിനക്ക് മാറ്റാൻ പറ്റുകയില്ല, പക്ഷെ ഒരാളുടെ വിശപ്പ് തീർച്ചയായും നിനക്ക് മാറ്റാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ഉച്ചഭക്ഷണം ഇന്ന് വിടുന്നുണ്ട്, ഞാനൊരു ഉപവസിച്ചാൽ ഒരു ബുദ്ധിമുട്ടൊന്നും ആവില്ല, മരിക്കുമൊന്നുമില്ല. അപ്പോൾ ആ 100 രൂപ ഞാൻ ഒഴിവാക്കിയാൽ ഒരു 7-8 പേർക്കാണ് കൊടുക്കാൻ പറ്റും. അപ്പോൾ 12 രൂപയായിരുന്നു ഒരു ഭക്ഷണത്തിൻ്റെ വില മംഗലാപുരത്ത്. അപ്പോൾ ഞാൻ അന്ന് തൊട്ട് 100 രൂപ അങ്ങനെ മാറ്റി വെച്ചു. 100 രൂപയ്ക്ക് കിട്ടുന്ന 7-8 പൊതി ഭക്ഷണം വണ്ടിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ നിനക്കാണല്ലോ അറിയേണ്ടത് ആർക്ക് വിശന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അന്ന് ഈ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് 5000 പേർക്കൊക്കെ ഭക്ഷണം കൊടുത്ത ഈശോ അല്ലേ. അപ്പോൾ ഇത് ആർക്ക് കൊടുക്കണം എനിക്കറിയില്ല, എന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കി ഇത് ആർക്ക് കൊടുക്കണമെന്ന് എത്തിക്കേണ്ട ഒരു പണി എൻ്റെതാണ്. അപ്പോൾ എന്നെ ഒന്ന് ഇത് എത്തിക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും. 12 മണിന്ന് 2 മണി വരെ മംഗലാപുരം ടൗണിൽ ആരൊക്കെ ഡസ്റ്റ്ബിന്നിൽ കഴിക്കുന്നത് കാണും, അവരെ നേരെ കൊണ്ട് ഈശോ നാമത്തിൽ ഇത് കഴിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ അത് അവർ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. അപ്പോൾ ഇത് ഞാൻ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പറഞ്ഞു, ഈ വ്യാഴാഴ്ച നടക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അനൗൺസ് ചെയ്തു, ആർക്കെങ്കിലും ഭക്ഷണം പൊതി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ജോസഫ് ബ്രദർ അവിടെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഇവരൊക്കെ ഹോട്ടലിൽ പൈസ കൊടുക്കും, അവരെ ഭക്ഷണ പൊതി കൊടുക്കും. അങ്ങനെ 35, 40, 50 പൊതി വരെ ഡെയിലി ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ദൈവം എന്നെ ചെറിയ കൈ ഉയർത്തി ഒന്ന് നടത്തുകയായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ 2007 ചിക്കുൻ ഗുന്യൊക്കെ ബാധിച്ച് ഒരുപാട് രോഗികൾ മംഗലാപുരം ഈ നെഹ്റു മൈതാൻ എന്ന് പറയുന്ന മൈതാനുണ്ട്, അതിൻ്റെ ചുറ്റും ഈ കൂലിപ്പണിക്ക് വന്നവർക്ക് ജോലി എടുക്കാൻ പറ്റാത്ത, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ അറ്റൻഡർ ഇല്ലാത്ത, കുടുംബത്തിന് തിരിച്ചു പോകാൻ പറ്റുന്ന ഹുബ്ലി ആ ഭാഗത്തുള്ളവരൊക്കെയാണ്. അപ്പോൾ അവരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ കുടുംബമുണ്ട്, പക്ഷെ അവർക്ക് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതോ ഇല്ല പിച്ച വാങ്ങുന്നതൊന്നും അവർക്ക് അറിയില്ല. അങ്ങനെയാണ് ഒരാളെ മെല്ലെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കും, ഞാൻ അറ്റൻഡറായി എൻ്റെ പേര് കൊടുക്കും.
അങ്ങനെ ഒരു 10, 35, 40, 50 പേര് ഒരു 15 ദിവസത്തെ പ്രാവശ്യം അഡ്മിറ്റ് ആവും. അങ്ങനെയാണ് കുറേ പേരെ അഡ്മിറ്റ് ഡിസ്ചാർജ് ആയതിന് വീട്ടിലേക്ക് കയറ്റിവിടും. ചിലവർ ജോലിക്ക് പോകും, ചിലവർ അനാഥരായിട്ടുള്ളവരെ വൈറ്റ് ഹൗസ്, മദർ തെരേസ ഹോം ഇങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഈ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ തുടക്കമാണ്. അവിടെ പോയിട്ട് അവിടെ കൊണ്ടുപോകും, അവരെ ആശ്രമത്തൊക്കെ ഞാൻ അവരെ അഡ്മിറ്റ് ചെയ്യും, പിന്നെ അവിടെ പോയി ശുശ്രൂഷ ചെയ്യും. ഇതൊക്കെ എൻ്റെ ആദ്യ കാലഘട്ടത്തെ ഒരു മിഷൻസാണ്. സ്നേഹാലയത്തിന്റെ തുടക്കം അപ്പം ഏത് കാലഘട്ടത്തിലായിരുന്നു? സ്നേഹാലയ തുടക്കം എന്ന് പറയുമ്പോൾ ഞാൻ ഈ വേറെ വേറെ ആശ്രമത്തൊക്കെ പോയിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ പിന്നെ സ്ഥലമില്ലാണ്ടായി, അവിടെ ഇടാനുള്ള സ്ഥലമില്ലാണ്ടായി. അപ്പോൾ ഈശോനോട് ഇങ്ങനെ പ്രാർത്ഥനയായിരുന്നു, ഈശോ എനിക്കൊരു അറ്റ്ലീസ്റ്റ് ഇവരൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനുള്ള ചെറിയൊരു വാടക വീട് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതേ സമയത്തിൽ നമ്മുടെ സീതാങ്കുളി, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ആ വീട്, നമ്മളെ ഫാമിലി പ്രോപ്പർട്ടിയുടെ ഷെയർ എനിക്കൊരു 14 ലക്ഷം റുപ്യ കിട്ടി. അപ്പോൾ അത് ഈശോനോട് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ ഈ 14 ലക്ഷം റുപ്യയിൽ എനിക്കൊരു അത്ഭുതമാക്കി കാട്ടിക്കണേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീട് വേണം. അപ്പോഴാണ് തലപ്പാടിൻ്റെ അടുത്ത്, കർണാടക അതിർത്തിയാണ്, റോഡ് കർണാടകയാണ്, നമ്മുടെ സ്ഥലം കേരളമാണ്. അപ്പോൾ ഈ കേരള ജസ്റ്റ് ബോർഡറിൽ 21 സെൻറ്റ് സ്ഥലവും 3 ബെഡ്റൂമിൽ പഴയ ഒരു വീടെടുക്കാനുള്ള കൃപ ദൈവം തന്നു. അപ്പോൾ ഒന്നും അറിയില്ല, അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ 5-ാമത്തെ ദിവസമാണ് കൽക്കത്തയുടെ മദർ തെരേസയുടെ ജന്മദിനം. അപ്പോൾ അന്ന് ഞാൻ ഈ ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എന്തോ ഒരു ഉള്ളിൽ തോന്നുന്നു, നമുക്കൊക്കെ സേവനം പഠിപ്പിച്ച ഒരു അമ്മയുടെ ജന്മദിനമാണ്, അപ്പോൾ ഇന്നെന്തെങ്കിലും ഒന്ന് തുടങ്ങണം. അപ്പോൾ 2009 ആഗസ്റ്റ് 26 ആ ദിവസം. അപ്പോൾ 2 പേരോട് ഞാൻ ചോദിച്ചു, തെരുവിൽ ഇങ്ങനെ ഒന്ന് ഗാംഗ്രീനായിട്ട് പുഴു വീണ ഒരു സഹോദരനും പിന്നെ ഒരു കാലില്ലാത്ത ഒരു സഹോദരനും. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ വണ്ടി കയറി, ഓട്ടോ കയറി, ഞങ്ങൾ വരാം, നമുക്കിവിടെ ഇടവന്ന തെരുവിലായിരിക്കുന്നത്. അപ്പോൾ അവർ വന്ന് അന്ന് അവരെ കുളിപ്പിച്ചു, അവരെ താടിയെടുത്തു, മുടിയെടുത്തു, പിന്നെ കുളിപ്പിച്ചു, അവരെ പാദം സ്പർശിച്ചു. അന്നാണ് ഈശോന് സമർപ്പിച്ചു കൊടുത്ത് അവരെ അങ്ങനെ ആ ഒരു സ്നേഹാലയ കൊച്ചു വീട് തുടങ്ങിയത്.